അപ്പോൾ ഗായ്സ് നമ്മൾ ഇന്നൊരു കുഞ്ഞു വ്ളോഗാണ് ചെയ്യുന്നത്. നമ്മുടെ റൂമിലുണ്ടായിരുന്ന കുഞ്ഞു പാർവതി ഹോസ്റ്റൽ മാറി പോവുകയാണ്. അപ്പോൾ ഒരു കുഞ്ഞു ഗിഫ്റ്റ് വാങ്ങാൻ വേണ്ടിയിട്ട് നമ്മളിന്ന് ഷോപ്പിങ്ങിന് പോവുകയാണ്. ശിവേന്ദു ഇന്നും നമ്മുടെ കൂടെ ഇല്ല ഗൈസ്, മുട ആയതുകൊണ്ട്. അപ്പോൾ ഞങ്ങൾ 4 പേര് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. കൊടിയൊന്നും എടുക്കാത്തത് കൊണ്ട് തന്നെ നല്ല പേടി ഉണ്ടായിരുന്നു, മഴ പെയ്യോ എന്ന്. നല്ല കാർമേഘം ഉണ്ടായിട്ട് ഞങ്ങൾ കൊടി എടുത്തില്ല ഗൈസ്. കടയിൽ എത്തിക്കഴിഞ്ഞപ്പോൾ നല്ല കൺഫ്യൂഷനായി, എന്താ വാങ്ങണ്ടേന്നൊന്നും അറിയാത്തതുകൊണ്ട് നോക്കിയിട്ട് അവൾക്ക് ഇഷ്ടപ്പെടുന്ന ഒരു കുഞ്ഞു ഗിഫ്റ്റ് ഞങ്ങൾ വാങ്ങി. അത് കഴിഞ്ഞ് ഇറങ്ങിയപ്പോഴും ഇതാണ്ടേ മഴ. കൊടിയൊന്നും എടുക്കാത്തതുകൊണ്ട് തന്നെ കടയിൽ തന്നെ കുറച്ച് നേരം നിൽക്കുന്നുണ്ടായി, ഓരോന്നൊക്കെ നോക്കിക്കൊണ്ട്. കടക്കാരൻ പുറത്താക്കുന്നതിന് മുന്നേ ഞങ്ങൾ പിന്നെ യൂണിവേഴ്സിറ്റിക്ക് ഓടി. എന്നിട്ട് പാർവതിക്ക് വേണ്ടിയിട്ടുള്ള വെയിറ്റിംഗ് ആണ്. കുഞ്ഞു പാർവതി കാറിലാണ് പോണേന്നൊക്കെ കേട്ട് ഞങ്ങൾ മെയിൻ ഗേറ്റിൻ്റെ അവിടെ കാത്തിരുന്നു. അപ്പോഴാണ് കോൾ വന്നത്, ബാക്ക് ഗേറ്റിൽ കൂടെയാണ് ആൾ. അങ്ങനെ ഞങ്ങൾ സർവ്വശക്തിയോടുകൂടി ഓടി ബാക്ക് ഗേറ്റിലെത്തി. കുഞ്ഞു പാർവതിനെ കണ്ട് ഗിഫ്റ്റൊക്കെ കൊടുത്തു. അപ്പോൾ ബായൊക്കെ പറഞ്ഞ് ഞങ്ങൾ യാത്ര അയച്ചു. പിന്നെ ഞങ്ങളുടെ സ്ഥിരം സ്പോട്ടായ പലഹാരക്കടയിൽ ഒന്ന് കയറി കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങി. എന്നിട്ട് തിരിച്ചു വരുമ്പോഴാണ് ആർദ്രയുടെ ചെരുപ്പ് പൊട്ടി. ഫെവിക്വിക്ക് വാങ്ങാൻ വേണ്ടിയിട്ട് പിന്നെ ആർദ്ര ഐശ്വര്യം തിരിച്ചു പോയി. പിറ്റേന്ന് എക്സാം ആയതുകൊണ്ട് ശിവേന്ദു ഇന്ന് പഠിക്കാൻ തുടങ്ങിയിട്ടുണ്ടായിരുന്നു. ഞാനിങ്ങനെ നടക്കുകയാണ്. അപ്പോൾ അത്രേ ഉള്ളൂ ഗായ്സ്.